നമസ്കാരം. ഇന്ന് ഷീറ്റ് മെറ്റൽ സെക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷീറ്റ് മെറ്റൽ സെക്ഷൻ്റെ പ്രസക്തി എന്താണ്, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഷീറ്റ് മെറ്റലിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചുള്ള വിവിധ തരം ജോയിൻറ്റുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും അതുപോലെ വസ്തുക്കളും ദൈനംദിന ഉപയോഗത്തിലുള്ള വസ്തുക്കളും എന്തെല്ലാമാണ്, അതിനുപയോഗിക്കുന്ന ടൂൾസുകളും മെഷീനറികളും ഏതെല്ലാമാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഷീറ്റ് മെറ്റൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഷീറ്റ് മെറ്റലിൻ്റെ ഇതെല്ലാം നമ്മൾ ഷീറ്റ് മെറ്റൽ ഫാക്ടറികൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഷീറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേച്ചറിന് ഉപയോഗിക്കുന്ന കോറിഗേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ്, അതുപോലെ തന്നെ വിവിധ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ബ്രാസിൻ്റെ ഷീറ്റ്, അതുപോലെ തന്നെ അയൺ ഷീറ്റ്, സ്റ്റീൽ ഷീറ്റ്, ഇത്തരം വിവിധ തരം ടിൻ ഷീറ്റ്, ഇത്തരം വിവിധ തരം ഷീറ്റുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻസ് ഉപയോഗിക്കുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഷീറ്റുകൾ, അതുപോലെ തന്നെ ഹോൾ അടിച്ചിട്ടുള്ള ഷീറ്റുകൾ, കമ്പ്യൂട്ടറിൻ്റെ കേസ് ഉണ്ടാക്കുന്ന ഷീറ്റുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടുപരിചയമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റുകളൊക്കെ നമ്മൾ കണ്ടുപരിച്ചു. ഇത് നമുക്കറിയാം, കബ്ബോർഡുകളൊക്കെ ഉപയോഗിക്കുന്ന MS മൈൽഡ് സ്റ്റീലിൻ്റെ ഷീറ്റുകളാണ്. അതുപോലെ തന്നെ കാറിൻ്റെ ബോഡികൾ ഉണ്ടാക്കുന്ന ഷീറ്റുകൾ, ഇതെല്ലാം ഈ ഷീറ്റ് മെറ്റലിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഷീറ്റ് മെറ്റൽ സാധാരണ ഉപയോഗിക്കുന്നു. ഇപ്പം വാഹനങ്ങളുടെയൊക്കെ തന്നെ എഞ്ചിനും മറ്റുള്ള മൂവിങ് പാർട്ടുകളെല്ലാം തന്നെ കോമൺ ആണെങ്കിലും വാഹനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ബോഡിയുടെ അടിസ്ഥാനത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന ഷീറ്റുകൾ, ആ ഷീറ്റിൻ്റെ മെറ്റോയ അലോയികൾ, ഇതെല്ലാം വളരെ പ്രസക്തിയുള്ള ഒന്നാണ്. വിവിധ തരത്തിലുള്ള ഷീറ്റിനെ വിവിധ ഷേപ്പാക്കുമ്പോഴാണ് ഭംഗിയുള്ള ആഡംബര വാഹനങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മൾ വിമാനത്തിൻ്റെ പാർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഷീറ്റുകൾ തന്നെയാണ്. ഷീറ്റുകളും റിവറ്റുകളും തന്നെ ഉപയോഗിച്ചിട്ടാണ് വിമാനത്തിൻ്റെ ഭാഗങ്ങളും റോക്കറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേയുടെ പ്രധാനമായിട്ടുള്ള കോച്ചുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്, കോച്ചിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഷീറ്റാണ്. അകത്തായാലും പുറത്തായാലും മുകളിലായാലും ഒക്കെ ഷീറ്റുകൾ തന്നെയാണ്, സ്റ്റീൽ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ബോഡികളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഷീറ്റുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ്. വിവിധ തരം ജോയിൻറ്റുകൾ അതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഷീറ്റുകൾ മൈൽഡ് സ്റ്റീലായിരിക്കാം, ചില സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കാം, അത് വിവിധ തരം അലോയ്സ് നമ്മളിതിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ്, പാത്രങ്ങളും മറ്റും, ഇതെല്ലാം സ്റ്റീൽ ഷീറ്റും ഉണ്ട്, അലുമിനിയം ഷീറ്റും ഉണ്ട്, ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും. അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഷീറ്റുകൾ, ഗ്ലാസിൻ്റെ ഷീറ്റുകൾ, ഇതെല്ലാം നമ്മൾ ഇതിനം ഇതെല്ലാം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ. അതിൻ്റെ മൊബൈലിൻ്റെ പാർട്ടുകൾ, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിനകത്ത് വരുന്ന ഒന്നാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്. സാധാരണ കണ്ടുവരുന്ന കുറച്ച് ഉപകരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹാമർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാമറുകൾ നമ്മൾ സാധാരണ ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ, ബോൾ പീൻ, ഇങ്ങനെ 3 തരത്തിൽ തിരിക്കാറുണ്ട്. ആ ഹാമറുകൾ ഉപയോഗിക്കുന്നു. പിന്നീട് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഹാമറുകൾ, ഷീറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ റിവറ്റിംഗ് എന്ന് പറയും. റിവറ്റ് എന്ന് പറയുന്ന ചെറിയ ഇത് ഉപയോഗിച്ചിട്ടാണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഹാമറുകളുണ്ട്. അതാണ് റിവറ്റിംഗ് ഹാമർ. അടിച്ച് പരത്തി അങ്ങ് ലെവൽ ചെയ്യുന്നതിന് സെറ്റിംഗ് ഹാമർ. അതുപോലെ ആണി റിവറ്റൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ നെയിൽ ഹാമർ ഉണ്ടാവും, ക്ലോ ഹാമർ. അതുപോലെ തന്നെ റേസിംഗ് ഹാമർ, അതുപോലെ തന്നെ ബോൾ പീൻ ഹാമർ, ഇതൊക്കെ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ഹാമറുകളാണ്. അതുപോലെ തന്നെ മാലറ്റ്, ഷീറ്റിന് ഡാമേജ് പറ്റാതെ തന്നെ ഷീറ്റ് മടക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഷേപ്പ് ഒന്ന് മാറ്റം വരുത്താനോ ഉപയോഗിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയതോ റബ്ബർ കൊണ്ടുണ്ടാക്കിയതോ ആയിട്ടുള്ള ഹാമറുകളെയാണ് നമ്മൾ മാലറ്റ് എന്നത്. കൊട്ടുപടി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ ആശയമായി പറയും. നമ്മൾ പറയുന്നത് മാലറ്റ് എന്നായിരിക്കും. നെക്സ്റ്റ് ബെഞ്ച് വൈസ്. ബെഞ്ച് വൈസ് എന്ന് പറയുന്നത് ഈ ഷീറ്റ് മെറ്റൽ പണിശാലയിൽ വിവിധ തരത്തിലുള്ള ഷീറ്റുകളെയും വർക്കുകളെയും ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ബെഞ്ച് വൈസ്. അതുപോലെ തന്നെ ബെഞ്ചിൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി ക്ലാമ്പ് അല്ലെങ്കിൽ സി ക്രാമ്പും ജി ക്രാമ്പ് എന്നൊക്കെ പറയുന്ന സി ക്ലാമ്പും ഉപയോഗിക്കാറുണ്ട്.
രണ്ടാമത് കാണുന്നത് സിക്ലാമ്പ്. പിന്നീട് ഷിയർ പ്ലെയർ ഉണ്ട്. ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്നിപ്പാണ് ഉപയോഗിക്കാം. അതിന് സ്ട്രൈറ്റ് സ്നിപ്പ് ഉണ്ട്. പിന്നീട് നമ്മൾ പ്ലെയർ പോലത്തുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഷിയർ പ്ലെയർ, നോസ് പ്ലെയർ, കട്ടിംഗ് പ്ലെയർ, വിവിധ തരത്തിലുള്ള പ്ലെയറുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് വളരെ തിക്നെസ് കുറഞ്ഞ ഷീറ്റുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ടിൻ കട്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടിൻ കട്ടർ. ഈ ടിൻ കട്ടർ എന്ന് പറയുന്നത് എന്താ? ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തീയമാണ്. വെളുത്തീയത്തിൻ്റെ കോട്ട് ചെയ്ത മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിനെയാണ് നമ്മൾ ടിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടിൻ ഷീറ്റിന് ടിൻ കട്ടർ എന്ന് പറഞ്ഞാൽ ഒക്കേഷനിൽ പറഞ്ഞതാണ്. പിന്നീട് സ്നെപ്പ്. ഇനി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഇറഗുലർ ഷേപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷീറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേക്സ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വിവിധ ഷേപ്പിലുള്ള സ്റ്റേക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫോട്ടോസാണ് കാണുന്നത്. അതിൽ ലൈൻ ഡയഗ്രം ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ റെക്കോർഡിൽ വരയ്ക്കേണ്ട ഒന്നാണ്. അടുത്ത ട്രാമൽ പോയിന്റ്. വലിയ സർക്കിൾസ് നമ്മൾ ബുക്കിലൊക്കെ ഉള്ള സർക്കിൾസ് വരയ്ക്കുന്നതിന് നമ്മൾ കോമ്പസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഷീറ്റിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാമൽ പോയിന്റ് എന്ന് പറയുന്ന ഭാഗം. ട്രാമൽ പോയിന്റ്സ്. അതിനകത്ത് സ്കെയിൽ ഉണ്ടാവും, 2 പോയിന്റർ ഉണ്ടാവും. പിന്നീട് ഷീറ്റിൻ്റെ അളവ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽപ്പെട്ട പ്രധാന സംഗതിയാണ് നീളം, വീതി, അതുപോലെ തന്നെ തിക്നെസ്. തിക്നെസ് നമുക്ക് മില്ലിമീറ്റർ ഒന്നും പറയാൻ പറ്റില്ല, കാരണം വളരെ ചെറിയ അളവൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജിലാണ് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്? ഇതാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഗേജിലെ അളവ് കൂടുന്തോറും തിക്നെസ് കുറഞ്ഞു. അളവ് കൂടുന്തോറും തിക്നെസ് കുറഞ്ഞു. ഇതാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ കൺവേർഷൻ ചാർട്ട്. ഇപ്പോൾ SWG10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 0.102 ഇഞ്ചസ് അല്ലെങ്കിൽ 2.59 മില്ലിമീറ്റർ എന്നാണ് അതിനർത്ഥം. 2.5 മീറ്റർ. നമ്മളിപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രിക് വയറുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റീൽ വയറുകളുടെയൊക്കെ കാര്യത്തിലും ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് തന്നെയാണ് പറയുന്നത്. 10 ഗേജ് എന്ന് പറഞ്ഞാൽ 2.59 മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും. മറ്റേ ഇതാണ് 2.5 mm സ്ക്വയർ ആയിരിക്കും. അല്ല 12 ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.03. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് 22 അല്ലെങ്കിൽ 24 ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാം. 0.635 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ തിക്നെസ്. 22 ഗേജാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൺവേർഷൻ ചാർട്ടൊന്ന് ഓടിച്ച് വെച്ചത്. ഓക്കെ. ഇത് കൺവേർഷൻ ചാർട്ടിൻ്റെ തന്നെ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡയമീറ്റർ തമ്മിലുള്ള വലിപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. 10 ഗേജ് എന്ന് പറയുക SWG. 12 ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതും അതിൻ്റെ BNS ബ്രിട്ടീഷ് ആൻഡ് സ്റ്റാൻഡേർഡ് ഗേജ് കൺവേർഷൻസ് ആണ്. ഇനി നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ചില മാർക്കറുകളുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ക്രൈബറുകളാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ മാർക്കറായിട്ടുണ്ട്, സ്ക്രൈബറായിട്ടുണ്ട്. ഇത് മാർക്കറാണ്, ഇത് സ്ക്രൈബേഴ്സാണ്. പിന്നീട് ഫയലിംഗ്, എഡ്ജിൻ്റെ ഷാർപ്പ്നെസ് കളയാനും ഷേപ്പ് മാറ്റുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിക്കാറുണ്ട്. ഫയൽ എന്ന് പറഞ്ഞാൽ അരം, മലയാളത്തിൽ പറഞ്ഞാൽ അരമാണ്, അത് ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആൻവിൽ എന്ന് പറയും. മലയാളത്തിൽ അടകല്ല് എന്ന് പറയും. അത് ഷീറ്റ് മെറ്റലിലായാലും ഫിറ്റിങ്ങിലായാലും സ്മിത്തിയിലായാലും വെൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമൺ ടൂളാണ് ആൻവിൽ. ആൻവിലിൻ്റെ ചില പ്രധാന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഒന്ന് ഇതിൻ്റെ ഹോൺ എന്ന് പറയുന്ന കൊമ്പ് പോലത്തെ ഭാഗം, രണ്ടാമത്തെ ഒരു ടേബിൾ, ഇത് ഫേസ്, ഇത് ഹർഡി ഹോൾ, ഇത് പ്രിറ്റഡ് ഹോൾ, ഇത് ഹീല്, ഇത് ബോഡി, ഇത് വേസ്റ്റ്, ബേസ്, ഫീറ്റ്, ഇത് ഷോൾഡർ. ഇത്രയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇതിൻ്റെ ഈ ഹാമറിങ് വരുന്ന ഈ ഏരിയ എല്ലാം ഹാർഡൻ ചെയ്തിരിക്കും. ഇത് കാസ്റ്റ് ചെയ്തുണ്ടാക്കുക, കാസ്റ്റൈൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ സർഫേസിന് ടോപ്പ് വശമെല്ലാം ഹാർഡനിങ് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഹാർഡനിങ് ചെയ്തിട്ടുണ്ട്. ആൻവിൽ അഥവാ ഉണ്ടാകും. ഇത് ഷീറ്റ് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഷീറ്റ് ബെൻഡിങ് മെഷീൻ. ഷീറ്റ് വന്നിട്ട്, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് GI ഷീറ്റാണ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. ഗാൽവനൈസ്ഡ് ഷീറ്റുകൾ വേറെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ടിൻ ഷീറ്റ് ഉണ്ട്, ടിൻ കോട്ടൺ ഷീറ്റ്. അതുപോലെ തന്നെ MS ഷീറ്റ് ഉണ്ട്, മൈൽഡ് സ്റ്റീലിൻ്റെ ഷീറ്റ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് ഉണ്ട്, കോപ്പറിൻ്റെ ഷീറ്റ് ഉണ്ട്, ബ്രാസിൻ്റെ ഷീറ്റ് ഉണ്ട്, അതുപോലെ ഗോൾഡൻ്റെ ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അങ്ങനെ വിവിധ തരത്തിലുള്ള വസ്തുക്കളുടെ ഷീറ്റുകൾ അവൈലബിൾ ആണ്.
ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ബെൻഡിങ് ഉണ്ട്, വളയ്ക്കുക. രണ്ടാമത്തെ ഷിയറിങ്, കട്ട് ചെയ്യുക. ബ്ലാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം മാറ്റി ബാക്കി ഭാഗത്ത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നു. പഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഹോള് പഞ്ച് ചെയ്യുന്നത് പഞ്ചിങ് എന്ന് പറയുന്നത്. ട്രിമ്മിങ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് മാറ്റുന്നു. പാർട്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ടായി കട്ട് ചെയ്യുന്നു. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അരികെ വയ്ക്കുന്നത്. ലാൻസിങ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ഇത് ക്ലിയർ ചെയ്ത് എടുക്കുന്നതാണ്. നോച്ചിങ് എന്ന് പറഞ്ഞാൽ വി നോച്ച് പോലുള്ള കട്ട് ചെയ്ത് എടുക്കുന്നത്. പെർഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ഉണ്ടാക്കുന്നത്. നിബ്ലിംഗ്, എംബോസിങ്, ഷെയ്വിങ്, കട്ട് ഓഫ്, ബിങ്കിങ്, കോയിനിങ്, ഡീപ് ഡ്രോയിങ്, സ്ട്രെച്ച് ഫോമിങ്, റോഫിംഗ്, വിവിധ ഓപ്പറേഷൻസ് നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പ് വെച്ച് ചെയ്യാറുണ്ട്. അത് ചില ഓപ്പറേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബെൻഡിങ് ഓപ്പറേഷൻ, ഷീറ്റ് ബെൻഡ് ചെയ്യുന്നതിനാണ്. ചാനൽ ബെൻഡിങ് ഉണ്ട്, യു ബെൻഡിങ് ഉണ്ട്, എയർ ബെൻഡിങ് ഉണ്ട്, ഓഫ്സെറ്റ് ബെൻഡിങ് ഉണ്ട്, കോർഗേറ്റിംഗ് ഉണ്ട്, ട്യൂബ് ഫോമിംഗ് ഉണ്ട്. ഇതിന് വിവിധ, അതായത് MS ട്യൂബൊക്കെ ഉണ്ടാക്കുന്ന, പൈപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ബെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ. മറ്റൊന്ന് അടുത്തത് കട്ടിങ് ഓപ്പറേഷൻസ് ആണ്. കട്ടിങ്ങിൽ പോയിന്റിങ് ഉണ്ട്, ടച്ചിങ് ഉണ്ട്, ആൻഡ് ഷേവിങ് ആൻഡ് ഫോമിങ്. വിവിധ ഓപ്പറേഷൻസ് നമ്മൾ ഈ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് എങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻറ്റുകൾ ഉണ്ടാക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ജോയിൻ്റാണ് ലാബ് ജോയിൻറ്റ്. ലാബ് ജോയിൻ്റ് തന്നെ നോക്ക്ഡ് അപ്പ് ജോയിൻ്റ് ഉണ്ട്, ലോക്ക്ഡ് ഗ്രൂവ്ഡ് ലാബ് ജോയിൻ്റ് ഉണ്ട്, അതുപോലെ ഇൻസർട്ട് ടൈപ്പ് ലാബ് ജോയിൻ്റ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരം ജോയിൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറ്. അടുത്തത് വിവിധ എന്താണ് നമ്മൾ ഈ ഷീറ്റ് മെറ്റലിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ് നമ്മുടെ ദൈനംദിന ആവശ്യത്തിൽ വരുന്നതെന്നുള്ളതിനെ കുറിച്ച്. അതിലൊന്ന് ഫണൽ. നമ്മളിപ്പോൾ റേഷൻ ഷോപ്പിലൊക്കെ ഉണ്ടല്ലോ, ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്, മണ്ണെണ്ണ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അളവ് പാത്രമൊക്കെ ഷീറ്റ് മെറ്റൽ ഉണ്ടാക്കിയതായിരിക്കും. പിന്നെ ട്രേകൾ, കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേ, തൊട്ട് വിവിധ തരം ആവശ്യങ്ങൾക്കുള്ള ട്രേകൾ, റബ്ബർ പാൽ ഒഴിക്കാനുള്ള ട്രേ, വിവിധ തരം വസ്തുക്കൾ ഇട്ട് വെക്കാനുള്ള, അരി ഇട്ട് വെക്കാനുള്ള പെട്ടികൾ, ബോക്സുകൾ, ഇങ്ങനെ ട്രേകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ വാഹനത്തിൻ്റെ ബോഡികൾ, ബസ്സിൻ്റെ ബോഡി ആയാലും കാറിൻ്റെ ബോഡി ആയാലും ഒക്കെ ഉണ്ടാക്കുന്നത് ഷീറ്റ് മെറ്റലിൻ്റെ വർക്കുകൾ പെട്ട ഒന്നാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽസിലാണെങ്കിൽ ഡക്റ്റ്, AC ഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊർണാഡോ എക്സോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. മേച്ചിൽ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷനാണ്. പിന്നീട് ഷിപ്പിൽ ബിൽഡിംഗ്, എയറോപ്ലെയിൻ ബിൽഡിംഗ്, അതുപോലെ തന്നെ റോക്കറ്റ്, കംപ്ലീറ്റ് ഇതിനും നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അടുത്ത ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ഒരു തരം മെറ്റൽ ജോയിനിങ് ടെക്നിക്കാണ് ബ്രേസിങ്. ബ്രേസിങ്ങിൽ നമ്മൾ ഇത് ലീക്ക് പ്രൂഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഫ്ലെയിം ഉപയോഗിച്ച് ചൂടാക്കി ഫില്ലർ മെറ്റീരിയൽ കൊടുത്ത്, സ്പെൽറ്റർ എന്ന് പറയുന്ന ഫില്ലർ മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് ലീക്ക് പ്രൂഫ് ആക്കി വെക്കും. വിളക്കുക എന്നാണ് ഇതിന് നമ്മൾ മലയാളത്തിൽ പറയും, വിളക്കുക. ഇതിന് ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ സ്പെൽറ്ററാണ്. പിന്നെ ഫ്ലെയിം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ സാധനം ഉപയോഗിക്കും, ബ്ലോ ലാമ്പ് എന്ന് പറയുന്ന ഈ സാധനം ഉപയോഗിക്കും. ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീയിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് എയർ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഉണ്ടാവും, അത് ഉപയോഗിച്ച് ചൂടാക്കി ചെയ്യാറുണ്ട്. ഇതിനുപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽ സ്പെൽറ്ററാണ്. The filler material used in bracing is known as spelter. It can be classified into two categories. Copper based spelter ഉണ്ട്, സിൽവർ ബേസ്ഡ് സ്പെൽറ്റർ ഉണ്ട്. ഇതിന് സാധാരണ ഗോൾഡൻ കളറായിരിക്കും. ഈ കത്തിയുടെയൊക്കെ ചിറ്റ് ഉണ്ടാക്കുന്നതിനും, അതുപോലെ തന്നെ പിന്നെ AC-യിലും, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കണ്ടിട്ട് ഓക്സിജൻ പൈപ്പ്, അതുപോലെ തന്നെ വാക്വം പൈപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ജോയിൻറ്റുകൾ ചെയ്യാനൊക്കെ നമ്മൾ ഈ ബ്രേസിങ് ഉപയോഗിക്കാം. ബ്രേസ് ചെയ്തൊരു ഭാഗം കാണിച്ചിരിക്കുകയാണ്, ബ്രേസ് ചെയ്തിരിക്കുകയാണ്, ഇതുപോലെ ഗോൾഡൻ കളർ ഉണ്ടാവും. അതിന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തരം ഫ്ലക്സ് ആയിട്ടൊരു പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്ലക്സ്, സ്പെൽറ്റർ റോഡും ബ്രേസിങ് ഫ്ലക്സും. ബ്രേസിൻ്റെ സാധാരണ ബൊറാക്സ് എന്നാണ് പറയുക, സ്പെൽറ്റർ റോഡാണ് കാണുന്നത്. മറ്റൊരു മെത്തേഡാണ് ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്നത്, സോൾഡർ. സോൾഡറിങ് എന്ന് പറയുന്നത്, സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നും ലെഡും ചേർന്ന് ലോഹസങ്കരത്തിനെയാണ് സാധാരണ സോൾഡർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സോൾഡർ 2 ടൈപ്പ് ഉണ്ട്, സോഫ്റ്റ് സോൾഡർ ഉണ്ട്, ഹാർഡ് സോൾഡർ ഉണ്ട്. ഈ സോഫ്റ്റ് സോൾഡറാണ് നമ്മൾ ഇലക്ട്രോണിക്സിൽ കോമ്പണൻസുകൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് സോൾഡറാണ്. ഇതിൽ നമ്മളിവിടെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബാറ്ററി വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ബാറ്ററി വർക്ക്ഷോപ്പിൽ അക്യുമുലേറ്റർ
ഇതിൻ്റെ കണക്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോൾഡറിങ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സോൾഡറിങ് ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷം ഫ്ലക്സ് തേക്കും. ഫ്ലക്സ് തേച്ചതിന് ശേഷം ഈ സോൾഡർ പീസുകൾ ചൂടാക്കി ഉരുക്കി ലീക്ക് പ്രൂഫ് ആക്കുന്ന പ്രക്രിയയാണ്. ഇനി വിവിധ തരം സോൾഡറിങ് അയൺസുകളാണ്. ഇത് ഹെവി ഡ്യൂട്ടി സോൾഡറിങ് അയൺസ് ആണ്. ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ചെറിയ ടൈപ്പ് സോൾഡറിങ് ആണ്. ഇനി ഇതാണ് സോൾഡർ ചുറ്റി വെച്ചിരിക്കുന്നു. അത് വെച്ചുള്ളതായിട്ട് ആണുള്ളത്. സോൾഡർ എന്ന് പറയുന്നത് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ്. ഇതിന് ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആണ്. ഫ്ലക്സ് വരുന്നത് കുഴമ്പ് ഉപയോഗിച്ചുള്ള പദാർത്ഥമാണ്. അത് ഉപയോഗിച്ച് മെറ്റൽ ഉപയോഗിക്കും. ലോഹ ഓക്സിഡൈസേഷൻ കുറയുകയും അതോടൊപ്പം ഇത് ഉരുകാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. എന്താണ് സോൾഡർ? സോൾഡർ ഇസ് എ മെറ്റൽ അലോയ് which makes at a lower temperature than the metal being soldered. Two types of solder are commonly used. One is a soft solder, which is an alloy of tin and lead. The other is a hard solder, which is an alloy of copper and zinc. ഇത്രയേ ഉള്ളൂ നമുക്ക് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഷീറ്റ് മെറ്റലിൻ്റെ പോർഷൻ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നന്നായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതിനു വേണ്ടി എഴുതാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം.